അപ്പോൾ ഇന്ന് നമ്മളെ കാത്തുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് പ്രാന്തൊന്നുമില്ല ഫുഡ് കഴിക്കാത്ത കുട്ടിക്ക് വേണ്ടി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കണ്ട ഫുഡുകൾ ഉണ്ടാക്കാൻ. അവൾ കഴിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇന്ന് കാത്തുമ്പോൾ എന്തൊക്കെ കൊടുത്തേക്കണേന്ന് നോക്കാം. ലഞ്ചിന് കൊടുത്തേക്കുന്നത് ഒരു മുട്ടയും ഉരുളൻകിഴങ്ങ് ഇട്ടുള്ള റൈസാണ് കേട്ടോ. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇടാം. സൈഡായിട്ട് കറികളൊന്നും ഇല്ലാത്തതാണ് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഉരുളൻകിഴങ്ങ് വറുത്തു. അത് കൂട്ടി കഴിക്കാനായിട്ട് കുറച്ച് സോസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കത്തുമ്പോൾ ടീസ്പൂൺ കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ലഞ്ച് ബോക്സ് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. സ്നാക്സിന് ഞാൻ കൊടുത്തേക്കുന്നത് പാൻ കേക്കിൽ കുറച്ച് ന്യൂട്രലും കൂടി തേച്ചിട്ടാണ്. ഇതാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 വലിയ പാൻ കേക്കും പിന്നെ ഒരു ചെറിയ പാൻ കേക്കിൻ്റെ ഒരു പകുതി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അവളിത് കഴിക്കില്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്ത് വയ്ക്കുമ്പോൾ കുറച്ചധികം വെച്ച് കൊടുക്കും കേട്ടോ, അവൾക്ക് വിശന്നാലോ എന്നുള്ള പേടിയിൽ. പിന്നെ ഞാൻ എന്നും വെക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതും കൂടി അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇപ്പോൾ ഞാൻ ആൾക്ക് മുന്തിരിയും അനാറാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ആൾക്ക് പണ്ടത്തെ പോലെ ഒരുപാട് ഫ്രൂട്ട്സിനോട് ഭ്രമമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ടയും കൂടി വെച്ചപ്പോൾ ഇന്നത്തെ നമ്മളെ പണി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ബാഗിലേക്ക് വെക്കാം. അതുപോരാഞ്ഞിട്ട് നമ്മളെ കാത്തുമ്മയ്ക്കാണെങ്കിലും ഇന്ന് നല്ല മടി, ആൾക്ക് ഡേ കെയറിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫുഡൊക്കെ കഴിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്നും കൊടുത്തേക്കരുതെന്ന് എനിക്ക് സമാധാനം കിട്ടില്ല. കാത്തു പഠിക്കാൻ പോണില്ല? എന്താ പഠിപ്പ് കഴിഞ്ഞാ?